മിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവത്തിന്റെ കരവേലയായ മനുഷ്യൻ ദൈവത്തിനെതിരെ കരമുയർത്തിയ ദിനമാണ് ദുഃഖവെള്ളി. എൻ്റെ സങ്കടങ്ങളും എൻ്റെ മുറിവുകളും എൻ്റെ വേദനകളും മായ്ച്ചു കളയണമേ എന്നുള്ള പതിവ് പ്രാർത്ഥനയേക്കാൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ദിവസം ആയിരിക്കാം. എന്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെയാണ് ഇന്ന് ഈ ദുഃഖവെള്ളി ദിവസം ഈ ദേവാലയത്തിൽ നമ്മൾ അണഞ്ഞതെങ്കിൽ, ക്രൂശിതനായ ക്രിസ്തുവിന്റെ സഹനങ്ങളല്ലാതെ മറ്റൊന്നും നിനക്ക് തരാൻ എൻ്റെ കൈകളിലില്ല എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ ഈ ദിവസം നമുക്ക് തരുകയാണ്. ജീവിതത്തിൽ ഒത്തിരിയേറെ സങ്കടങ്ങളും നൊമ്പരങ്ങളും പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള നിരാശകളും സഹനങ്ങളും നേരിടുന്നവരാണ് നമ്മൾ. ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം, എന്തുകൊണ്ടാണ് ഈശോയെ ഇത്രമാത്രം വേദനകളിലൂടെ ഞാൻ കടന്നു പോകുന്നത് എന്ന്. ദുഃഖവെള്ളിക്ക് പറയുവാനുള്ള ആത്യന്തികമായിട്ടുള്ള സന്ദേശം, നിന്റെ ജീവിതത്തിലെ സഹനങ്ങൾക്കുള്ള ഒരു ഉത്തരം ഉണ്ട് എന്നുള്ളതാ. ഈശോയുടെ ജീവിതത്തിന്റെ പങ്കുപറ്റാൻ, ഈശോയുടെ ജീവിതത്തിന്റെ ഭാഗമായി രക്ഷാകർമ്മത്തിൽ പങ്കാളിയാകുവാൻ ദൈവം നിന്നെ അനുവദിക്കുന്നതിലാണ് സഹനങ്ങളുടെ വില എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ ദുഃഖവെള്ളി പങ്കുവയ്ക്കുകയാണ്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ ലേഖനകർത്താവ് ഇപ്രകാരം പറയുന്നു: കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളവരെ അടിക്കുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുന്നു. നിന്റെ വേദനകൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനമായി മാറുമ്പോൾ അവിടെ സഹനങ്ങൾക്കുള്ള ഒരു ഉത്തരം ഉണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു ക്രിസ്തീയ ഗാനത്തിന്റെ ഈരടികൾ ഇപ്രകാരമല്ലേ: മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ എൻ്റെ മുഖത്തൊരു മുത്തം നൽകിയപ്പോൾ, അവന്റെ തലയിലെ ആ മുൾമുടി എൻ്റെ തലയിൽ കൊണ്ടപ്പോൾ എനിക്ക് അനുഭവിച്ച മധുരമുള്ള ആ ഒരു സ്നേഹത്തിന്റെ പേരാണ് സഹനം. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ സഹനങ്ങൾ നിന്റെ ജീവിതത്തിൽ എപ്രകാരം എത്രത്തോളം ഈശോ സ്നേഹിക്കുന്നു എന്നതിനുള്ള ഒരു അടയാളമായി മാറണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ദുഃഖവെള്ളി. ഗുരു ഒരിക്കൽ തൻ്റെ ശിഷ്യരോട് ഒരു കഥ ഇപ്രകാരം പറഞ്ഞു. ഒരാട്ടിടയൻ, അദ്ദേഹത്തിന് കുറെ ആടുകളുണ്ട്. ഒരു വരൾച്ചയുടെ കാലത്ത് തൻ്റെ ആട്ടിൻകൂട്ടവുമായി ഈ മനുഷ്യൻ ഒരു യാത്ര പോവുകയാണ്. പച്ചപ്പുല്ല് തേടിയുള്ള ആ യാത്രയിൽ എങ്ങും കൊടിയ വരൾച്ചയായപ്പോൾ ആ ദേശത്തിലെ പ്രഭുവിന്റെ അടുത്തേക്ക് ഈ ആട്ടിടയൻ ചെല്ലുകയാണ്. ആ പ്രഭു പറഞ്ഞു, ഞാൻ പച്ചപ്പുല്ല് ആവശ്യത്തിലധികം തരാം, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്, ഓരോ ദിവസവും ഓരോ ആടിനെ വെച്ച് എനിക്ക് തരണം. ഇത് കേട്ടപ്പോൾ ആട്ടിടയന് ഭയങ്കര സങ്കടമായി. കാരണം തൻ്റെ ആട്ടിൻപറ്റത്തിലെ ഒരാട് പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള വലിയ സ്നേഹം, വലിയൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് യാത്ര തുടർന്നു. ചെന്നെത്തിയതോ ഒരു മരുഭൂമിയിലും. അപ്പോൾ ആ വഴി കടന്നുപോയ കച്ചവട സംഘത്തിന്റെ അടുത്ത് ഇദ്ദേഹം കേണപേക്ഷിച്ചു. അവരും പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള പുല്ലും വെള്ളവും ഒക്കെ ഞാൻ തരാം, പക്ഷേ ഓരോ ദിവസവും 2 ആടുകൾ വീതം ഞങ്ങൾക്ക് തരണം. അങ്ങനെ ഒത്തിരിയേറെ നൊമ്പരപ്പെട്ടുകൊണ്ട് ഈ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, നീ എൻ്റെ ജീവൻ എടുത്തുകൊള്ളുക, പകരം എൻ്റെ ആടുകളുടെ ജീവനെ കാത്തുകൊള്ളണമേ. ആ മനുഷ്യൻ ആ മരുഭൂമിയിൽ കിടന്നു മരിച്ചു. അദ്ദേഹത്തിന്റെ രക്തം ചാലുകളായി ഒഴുകി അവിടെ പച്ചപ്പുല്ല് ധാരാളമായി തഴച്ചു വളർന്നു. കഥയുടെ ലോജിക്കോ കഥയുടെ അർത്ഥമോ സംഗ്രഹമോ ഒന്നുമല്ല പ്രധാനം. അതിനപ്പുറത്തേക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ മുറിച്ചു നൽകിയവന്റെ ഓർമ്മപ്പെടുത്തലാണ് ദുഃഖവെള്ളി. കുരിശിലേക്ക് നോക്കുമ്പോൾ നാം നമ്മെ തന്നെയാണ് കാണേണ്ടത്. കാരണം എൻ്റെ ജീവിതത്തിലെ പാപങ്ങളാണ്, എൻ്റെ തെറ്റുകളാണ് ആ പാപമില്ലാത്ത അവൻ ഏറ്റെടുത്തത് എന്ന വലിയ ചിന്ത നമുക്ക് സ്വന്തമാക്കാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. തിരഞ്ഞെടുപ്പ് കാലത്തിലാണ് കേരള ജനത. കുരിശിന്റെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഈ തിരഞ്ഞെടുപ്പിന്റെ വലിയൊരു പാഠം നമുക്ക് മനസ്സിലാകും. ഈശോയെ തിരഞ്ഞെടുത്തവരുണ്ട്, ഈശോയെ ഒഴിവാക്കിയവരുണ്ട്. കുരിശിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മളായി മാറുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ വിചിന്തനം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. യൂദാസിലൂടെ ആരംഭിക്കുന്ന കുരിശിന്റെ വഴി, ഇവനെ പിടിച്ചു നൽകിയാൽ എനിക്ക് എന്തു ലഭിക്കുമെന്നുള്ള ചിന്തയോടുകൂടെയാണ് യൂദാസ് ക്രിസ്തുവിനെ മറന്ന് 30 വെള്ളിക്കാശിനു വേണ്ടി ആഗ്രഹിച്ചത്. ഇതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ക്രിസ്തുവിനെ മറക്കുവാനും
ക്രിസ്തുവിനെ മറന്നാൽ എനിക്ക് എന്തു നേട്ടമാണ് ലഭിക്കുക എന്നത് പ്രണയത്തിലൂടെയാകാം, സമ്പത്തിലൂടെയാകാം, അധികാരത്തിലൂടെയാകാം നാം ചിന്തിക്കുമ്പോൾ നമുക്കും യൂദാസിന്റെ പരിവേഷമാണ് എന്നുള്ള ഒരു വലിയ ചിന്ത നമുക്ക് സ്വന്തമാക്കാം. കേസറിയ ഫിലിപ്പിയിൽ സീസറിന്റെ പ്രതിമയുടെ മുൻപിൽ വെച്ച് ആരൊക്കെ നിന്നെ കൈവിടിഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല, ഞാൻ നിന്നെ അനുഗമിക്കാതിരിക്കില്ല എന്നുള്ള ചങ്കൂറ്റത്തോടെയുള്ള പത്രോസിന്റെ പ്രഖ്യാപനം തകർന്നുപോയ ഇടമാണ് കുരിശിന്റെ വഴി. ഈ മനുഷ്യനെ ഞാൻ അറിയില്ല എന്ന് 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസിന് നേരെ കർത്താവ് നോക്കുന്ന ഒരു രംഗമുണ്ട്. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ കുരിശിന്റെ വഴിക്കപ്പുറത്തേക്ക് ഒരു ഉദ്ധാന അനുഭവം സ്വന്തമാക്കുന്ന പത്രോസിനോട് ഈശോ 3 തവണ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള മനോഹരമായ ഒരു ചോദ്യം അവന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. ഓർക്കാം, യൂദാസിന് വേണ്ടി ഇതിനും മനോഹരമായിട്ടുള്ള ഒരു ചോദ്യം ഈശോ കരുതി വെച്ചിട്ടുണ്ടാകും. പക്ഷേ ആ ചോദ്യം കേൾക്കുവാൻ അവൻ ക്രിസ്തുവിനെ മുന്നോട്ടുള്ള ജീവിതത്തിൽ തകർച്ചകൾക്കപ്പുറത്ത് തിരഞ്ഞെടുത്തില്ല എന്നതാണ് സത്യം. 1 മണിക്കൂർ തന്നോടുകൂടെ ആയിരിക്കുവാനുള്ള ഈശോയുടെ ക്ഷണം നിരസിച്ച ശിഷ്യന്മാരുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ദുഃഖവെള്ളി. ദൈവം മനുഷ്യന്റെ മുൻപിൽ കൈനീട്ടി യാചിക്കുന്ന 1 മണിക്കൂർ അതിന്നും ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിനെ പരിത്യജിക്കുന്ന, തള്ളിപ്പറയുന്ന, ഒറ്റിക്കൊടുക്കുന്ന ഇടമായി നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലെ കുരിശിന്റെ വഴികൾ മാറുന്നുണ്ടോ എന്ന് നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്യാം. കുരിശിന്റെ വഴിയിൽ സത്യത്തെ മനസ്സിലാക്കി രക്ഷയുടെ അനുഭവം സ്വന്തമാക്കിയവരുമുണ്ട്, അതുപോലെ ആ അനുഭവം സ്വന്തമാക്കാതെ ഓടി ഒളിച്ചവരുമുണ്ട്. തിരഞ്ഞെടുപ്പ് നമ്മുടെ വ്യക്തിപരമായ കാര്യം മാത്രമാണ്. തീർച്ചയായും ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുന്നവർ സഹനങ്ങളെ കൂടിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള ഫുൾട്ടൻ ജേഷിന്റെ ആ ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാം. ഒത്തിരിയേറെ വ്യക്തികൾ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കിയ ഒരിടമാണ് പീഠാനുഭവ വെള്ളിയും കുരിശിന്റെ വഴിയുമെല്ലാം. പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിക്ക് മുൻപിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന ഒറ്റ വാക്യം കൊണ്ട് ജീവിത അവസാനം വരെ ക്രിസ്തുവിന്റെ പാദങ്ങളെ പിഞ്ചെന്ന ആ അമ്മ ക്രിസ്തുവിന്റെ മരണശേഷം തൻ്റെ പ്രിയ ശിഷ്യരോട് കൂടെയായിരുന്ന് ആദിമസഭയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ കുരിശ് ചുമക്കുവാൻ ഏറെ താല്പര്യത്തോടുകൂടെ കടന്നു വന്ന ശിമയോനും ഈശോയുടെ മുഖം തുടച്ച വെറോനിക്കായും ഒടുവിൽ ഒരൊറ്റ വാക്കുകൊണ്ട് സ്വർഗം സ്വന്തമാക്കിയ നല്ല കള്ളനും പരിശുദ്ധ അമ്മയോടുകൂടെ യാത്ര ചെയ്ത് കുരിശിന് കീഴിൽ ഈശോയുടെ രക്ഷാകര സന്ദേശവും സ്നേഹവും സ്വന്തമാക്കിയ യോഹന്നാൻ സ്ലീഹായും മഗ്ദലന മറിയവും എല്ലാം ക്രിസ്തുവിനെ തിരഞ്ഞെടുത്ത് രക്ഷയുടെ അനുഭവം സ്വന്തമാക്കിയവരാണ്. പ്രിയമുള്ളവരെ, വലിയൊരു ഓർമ്മപ്പെടുത്തൽ ഈ ദുഃഖവെള്ളി തരുന്നുണ്ട്. നിന്റെ ജീവിത സായാഹ്നങ്ങളിൽ, നിന്റേതായിട്ടുള്ള കംഫർട്ട് സോണുകളിൽ നീ തിരഞ്ഞെടുക്കുന്നത് ക്രിസ്തുവിനെയാണോ അതോ ലൗകികതയെയാണോ? ദൈവം മനുഷ്യന്റെ മുൻപിൽ 1 മണിക്കൂർ നേരം യാചിച്ചു നിൽക്കുന്ന ആ നിമിഷങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുമ്പോഴും ക്രിസ്തുവിനെ അവന്റെ സഹനങ്ങളെ പ്രതി സ്നേഹിക്കാൻ, അവൻ നൽകുന്ന നൊമ്പരങ്ങളെ പ്രതി നന്ദിയോടുകൂടെ ഓർത്ത് അവന്റെ കൂടെയായിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള വലിയ വിചിന്തനം നമുക്ക് സ്വന്തമാക്കാം. 2ാം ലോക മഹായുദ്ധകാലത്ത് നാസി തടങ്കലിൽപ്പെട്ട വ്യക്തിയായിരുന്നു ഏലി വീസൽ എന്ന് പറയുന്ന റൊമാനിയൻ ചെറുപ്പക്കാരൻ. അദ്ദേഹം അന്ന് അനുഭവിച്ച യാതനകൾ പിന്നീട് ദ നൈറ്റ് എന്ന് പറയുന്ന തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ പങ്കുവയ്ക്കുന്ന ഒരു അനുഭവം ഇപ്രകാരമാണ്. ഏതോ ഒരു ചെറിയ കുറ്റത്തിന് ഒരു ബാലനെ തൂക്കുകയറിന് ശിക്ഷിക്കുകയാണ്. തൂക്കുമരത്തിൽ കിടന്ന് ആ പിഞ്ചു ബാലൻ തന്റെ അവസാന ശ്വാസത്തിനു വേണ്ടി കാലിട്ടടിക്കുമ്പോൾ ഏലി വീസലിന്റെ അടുത്തു നിന്ന മറ്റൊരു വ്യക്തി ഇദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പറയൂ, നിന്റെ ദൈവം എവിടെയാണ്? പല തവണ ആ പിഞ്ചുബാലനെ മുൻനിർത്തിക്കൊണ്ട് ഈ മനുഷ്യൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഒടുവിൽ ഏലി വീസൽ നിറമിഴികളോടുകൂടെ ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ ദൈവം ആ ബാലന്റെ കൂടെ അവന്റെ ആ തൂക്കുമരത്തിൽ അവനോടൊപ്പമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലെ സഹനങ്ങളിൽ ഈശോ കൂടെയുണ്ട് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലായി ഈ ദുഃഖവെള്ളി മാറട്ടെ.
സഹനങ്ങളിൽ നാം ആരും ഒറ്റയ്ക്കല്ല. നമ്മുടെ സഹനങ്ങളിൽ നമ്മോട് കൂടെ സഹനത്തിന്റെ മൂർധന്യാവസ്ഥയിൽ രക്ഷ പകർന്നു നൽകിയവൻ, എല്ലാ സഹനങ്ങളിലൂടെയും കടന്നുപോയവൻ ഒപ്പമുണ്ട് എന്നുള്ള വലിയ ആശ്വാസത്തിന്റെ വചനം ഈ ദുഃഖവെള്ളിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. അപ്രതീക്ഷിതമായി കടന്നു വരുന്ന തകർച്ചകളും നൊമ്പരങ്ങളും വേദനകളും രോഗങ്ങളും കടബാധ്യതകളും എല്ലാം ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലായി മാറ്റി ആ ഓർമ്മപ്പെടുത്തലുകളെ രക്ഷാകര അനുഭവങ്ങളാക്കി മാറ്റാൻ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് തന്നെ അവന്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മുടെ സഹനങ്ങളെ വിട്ടുകൊടുക്കാം. അപ്രകാരം വലിയൊരു രക്ഷയുടെ അനുഭവം സ്വന്തമാക്കാൻ ക്രിസ്തുവിന്റെ മുറിവുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ ചേർത്ത് വെച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വഴിയെ അവനെ അനുഗമിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ദുഃഖവെള്ളിയുടെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും ആശംസകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു. ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ വിശുദ്ധീകരിക്കട്ടെ. ആമേൻ.